കെ.എം. മാണിയിലൂടെയുണ്ടായ പാലായുടെ വികസന തുടർച്ച മാണി സി കാപ്പൻ തകർത്തു എന്ന് ജോസ് കെ മാണി പറയുന്നു. 7 വർഷം പാലയ്ക്കായി ഒന്നും ചെയ്യാത്തവരെ ജനം പരാജയപ്പെടുത്തുമെന്നും ജോസ് മീഡിയ വൺ തീപ്പാറ മണ്ഡലത്തിൽ പറഞ്ഞു. ബി.ജെ.പിക്ക് മണ്ഡലത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലെന്നും ജോസ് പറയുന്നു. മധ്യ കേരളത്തിലെ അതിശക്തമായ പോരാട്ടം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ പാലയാണ്. പാല ഇത്തവണ പിടിച്ചെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ, അതോ മാണി സി കാപ്പൻ തന്നെ മണ്ഡലം നിലനിർത്തുമോ എന്നതാണ് ചോദ്യം. ജോസ് കെ മാണിയൊപ്പമുണ്ട്. കഴിഞ്ഞ തവണ നഷ്ടമായതാണ്, പരാജയം നേരിടേണ്ടി വന്നു. ഇത്തവണ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന് എത്ര ശതമാനം വിശ്വാസം? 100% വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുകൂലമായ പ്രതികരണമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആ പാലായിൽ ഞങ്ങൾ ജനങ്ങളുടെ പൾസെടുത്ത് നോക്കുമ്പോൾ, കാരണം കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 7 വർഷക്കാലം നമുക്ക് പാലായിലെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ പാല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഏത് കാര്യത്തിലും അത് വികസനത്തിൻ്റെ കാര്യത്തിലാകട്ടെ, അത് മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലാകട്ടെ, അത് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലാകട്ടെ, എപ്പോഴും ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ളത് ഇത് പാലായാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ള പാലായാണ്. ഏത് ബൃഹത്തായ പദ്ധതികളും ആരംഭിക്കുന്നത് പാലായാണ്. അപ്പോൾ ആ പാല കഴിഞ്ഞ 7 വർഷക്കാലമായി അതിൻ്റെ ആ തിളക്കം, അതിൻ്റെ ഒരു സുവർണകാലം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ജനങ്ങൾ. അപ്പോൾ കെ.എം. മാണി നടത്തി വന്നിരുന്ന ഇവിടെ ഉണ്ടാക്കിയിരുന്ന വികസനമെല്ലാം കഴിഞ്ഞ 5 വർഷം മുരടിച്ചു എന്നാണ്. അത് 5 വർഷം കൊണ്ട് മുരടിക്കുക മാത്രമല്ല, 90% പൂർത്തിയാക്കി വെച്ച ബൃഹത്തായ പദ്ധതികൾ പോലും ബാലൻസ് ആയിട്ടുള്ള 10% ചെയ്യാൻ കഴിയാതെ ഈ സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. അരനൂറ്റാണ്ടിലധികം കാലം മാണിസാറുടെ കൈവില അല്ലെങ്കിൽ മാണിസാർ ഭരിച്ചിരുന്ന പാല അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം? അത് എന്തെങ്കിലും പിടിച്ചെടുത്ത് അതിനകത്തുള്ള അഭിമാനം കൊള്ളുക എന്നുള്ളതാണ്. പാല എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മണ്ണാണ്, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ചോരയാണ്, അത് നമ്മുടെ മക്കളാണ്, നമ്മുടെ കുടുംബാംഗങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങളെ ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾക്കൊന്ന് മാറ്റി ചിന്തിച്ചു കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറിച്ചത് പാല തന്നെയാണ്. ഇത്തവണ വോട്ട് പിടിക്കാൻ ബി.ജെ.പി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയെ വരെ പാലായിൽ കൊണ്ടുവന്നുകൊണ്ട് പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം. ഒരു 20,000 അറൗണ്ട് വോട്ട് അവർക്ക് ഉണ്ട് താനും ഇവിടെ. അപ്പോൾ ഇത്തവണ ബി.ജെ.പി ഒരു ഭീഷണിയാണ്. അല്ല, ബി.ജെ.പി എല്ലാ പ്രാവശ്യവും ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ട്. അതല്ല അതുകൊണ്ട് തന്നെ അതെന്താണ് അവിടെ ഈ പറയുന്ന വലിയ പബ്ലിസിറ്റി കൊണ്ട് ഫ്ലെക്സും വെച്ച് പബ്ലിസിറ്റി മാത്രമാണ്. പിന്നെ എല്ലാ സപ്പോർട്ടും കേന്ദ്രത്തിൽ എല്ലാ തരത്തിലും, ഞാൻ പറയുന്നില്ല, എല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടെന്ന് പറഞ്ഞ് അത് വെച്ചുകൊണ്ട് പാലായിലെ ജനങ്ങളെ പിടിക്കാമെന്ന് പറയുന്നത്. അവരും നല്ല സാക്ഷരതയുള്ള ആൾക്കാരാണ്, പൊളിറ്റിക്കൽ വിധമുള്ളതാണ്, പൊളിറ്റിക്കൽ അവബോധമുള്ളവരാണ്. ഇപ്പം കണ്ടില്ലേ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ ബി.ജെ.പി ഈ പറഞ്ഞ FCRAയിലേക്ക് വന്നിരിക്കുന്നു. അതിലേക്ക് വന്ന് ഇതിപ്പോൾ ജസ്റ്റ് ഒരു കൊടുങ്കാറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത സുനാമി വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണ് ആ സുനാമി എന്നുള്ളത്. ആളുകൾക്ക് അറിയത്തില്ല. അടുത്ത ബില്ല് വരികയാണ്. അതിൻ്റെ ഈ പറയുന്ന ചട്ടക്കൂട് ആയിക്കഴിഞ്ഞു, അതിൻ്റെ ബൈലോസ് ആയിക്കഴിഞ്ഞു. ക്രൈസ്തവ വെൽഫെയർ ബോർഡ് വരിക, അതിനകത്തെല്ലാം ഉണ്ട്. വെൽഫെയർ എന്ന് പറഞ്ഞ് നല്ലൊരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ അത് ക്രൈസ്തവ ലോ ബോർഡ് എന്നായിരുന്നു, പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഇതെല്ലാം കാണാം. അതിനകത്ത് ലക്ഷ്യം മതത്തിനൊരു കാനൺ ലോ ഉണ്ട്. അപ്പം ഓരോ സമുദായത്തിനുണ്ടാവും അല്ലേ ഒരു നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിനകത്തേക്ക് കടന്നെത്തുക, അതിനകത്ത് ഞാൻ അടുത്ത ദിവസം അതിനെപ്പറ്റി സംസാരിക്കും. അപ്പം ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സഭ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഏതെങ്കിലും സഭയ്ക്കെന്നുള്ളതല്ല, എല്ലാ സമുദായത്തിനു വേണ്ടി നമ്മൾ നിൽക്കുന്ന ആളുകളാണ്.